മൂർച്ചയുള്ള നഖങ്ങൾ, ഒറ്റക്കടിയിൽ ഒരു തിമിംഗലത്തിന്റെ തലയൊട്ടി തകർക്കാനാകുന്ന ശക്തി. ആ കൊടും ഭീകരന്റെ പരിസരത്ത് വരാൻ കടുവകൾ പോലും ഒന്ന് വിറയ്ക്കും. കാട്ടിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് സിംഹത്തെയോ കടുവയെയോ പുലിയെയോ ഒന്നുമല്ല, അത് കരടിയെയാണ്. എന്നാൽ ഭീമാകാരനായ ഈ കരടിയെ ഇണക്കി വളർത്തി ലോകത്തിനു മുന്നിലെ കരടിയുടെ ഭീകരതയെ തുടച്ചുമാറ്റിയ ദമ്പതിമാരുണ്ട്. സ്വന്തം മകനെ പോലെ അവർ വളർത്തിയ സിനിമാ താരമായ കരടിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വന്യമൃഗങ്ങളിൽ മനുഷ്യരോട് ഒട്ടും ഇണങ്ങാത്ത ജീവിയാണ് കരടി. പക്ഷേ ലോകമെങ്ങും ആരാധകരുള്ള ഹോളിവുഡ് സിനിമകളിൽ അഭിനയിച്ച ഒരു വളർത്തുമൃഗമായി ജീവിച്ച ഒരു കരടി ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് ഹെർക്കുലിസ്. സ്കോട്ട്ലൻഡിലെ ഒരു അറിയപ്പെടുന്ന റസലർ ആയിരുന്നു ആൻഡി റോബിൻ. സാഹസികതയോട് എന്നും കമ്പമുള്ള ആൻഡി ഒരിക്കലും ഒരു കരടിയുമായി റസലിംഗ് മത്സരം നടത്താൻ ആഗ്രഹമുണ്ടായി. കരടിയോട് തോന്നിയ കൗതുകത്തിലായിരിക്കണം അതിനുശേഷം ആൻഡിക്ക് ഒരു കരടി കുഞ്ഞിനെ വളർത്തണമെന്ന ആഗ്രഹവും ഉണ്ടായി. ആൻഡി ഈ ആഗ്രഹം തന്റെ ജീവിത സഖിയായ മാഗിയോട് പറഞ്ഞു. കേട്ടപ്പോൾ കുറച്ചു നേരത്തേക്ക് മാഗിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആൻഡിയുടെ ഒരു വന്യജീവി സ്നേഹത്തിനൊപ്പം നിൽക്കാൻ തന്നെ മാഗി തയ്യാറായി. പിന്നെ എങ്ങനെ ഒരു കരടി കുഞ്ഞിനെ വാങ്ങുമെന്നതായി ദമ്പതിമാരുടെ ചിന്ത. എന്നാൽ പരിശ്രമമാണല്ലോ നമുക്ക് എന്തും നൽകുന്നത്. ഒടുവിൽ ആൻഡിയുടെ ആഗ്രഹം നടന്നു. അങ്ങനെ 1975 ഒരു സ്കോട്ട്ലാൻഡിലെ ഒരു വൈൽഡ് ലൈഫ് പാർക്കിൽ നിന്ന് 9 മാസം പ്രായമുള്ള ഒരു കരടി കുഞ്ഞിനെ ആൻഡി 50 പൗണ്ടിന് സ്വന്തമാക്കി. അമ്മയുടെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന കുഞ്ഞിനെ പോലെ അവൻ മാഗിയുടെ മാറിൽ മയങ്ങി. ആൻഡി അവനെ കൊഞ്ചിച്ചു. അവൻ എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ സജ്ജീകരിച്ചു. ആ കരടി കുഞ്ഞിനെ അവർ ഹെർക്കുലീസ് എന്ന് വിളിച്ചു. ഹെർക്കുലീസ് അങ്ങനെ ആൻഡിയുടെയും മാഗിയുടെയും വളർത്തുമകനായി മാറി. ഹെർക്കുലീസ് പെട്ടെന്ന് വളർന്നു. ഒരു വർഷം കൊണ്ട് 180 കിലോ തൂക്കത്തിലേക്കാണ് ഹെർക്കുലീസ് എത്തിയത്. മനുഷ്യനെ പോലെയായിരുന്നു ഹെർക്കുലീസിന്റെയും ജീവിതം എന്ന് പറയാം. അവന് പച്ചയിറച്ചി നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. പാകം ചെയ്ത ഭക്ഷണമായിരുന്നു അവന്റെ ശീലം. അവർ 3 പേരും ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ആ വീട്ടിലെ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും അവൻ കളിച്ചു വളർന്നു. ആൻഡി ഹെർക്കുലീസിനെ തന്റെ കൂടെ റസലിംഗ് പരിശീലിപ്പിക്കാൻ തുടങ്ങി. 1980 ആയപ്പോഴേക്കും ആൻഡി അവനെയും കൊണ്ട് പ്രദർശന മത്സരങ്ങൾ നടത്താൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവനുമേലായി. UK റസലിംഗ് സർക്യൂട്ട് എന്ന TV സീരീസിലൂടെ ഹെർക്കുലീസ് ലോക പ്രശസ്തനായി എന്ന് പറയാം. പിന്നെ ഹെർക്കുലീസ് എന്ന താരത്തെ തേടി അവസരങ്ങളെത്തി. നിരവധി പരസ്യ ചിത്രങ്ങളിൽ അവൻ ഭാഗമായി. 1980 ഒരു പരസ്യ ചിത്രീകരണത്തിന്റെ സമയത്ത് ഹെർക്കുലീസിനെ പെട്ടെന്ന് കാണാതാകുന്നു. ആൻഡിയും മാഗിയും പരിഭ്രാന്തരായി ഓടി നടന്നു. പോലീസിൽ വിവരം അറിയിച്ചു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. പക്ഷേ ഹെർക്കുലീസ് മാത്രം വന്നില്ല. വ്യാപകമായ തിരച്ചിലിനൊടുവിൽ 24-ാം ദിവസം ആൻഡിയുടെ വീട്ടിലേക്ക് ആ സന്ദേശം എത്തി. അതെ, ഹെർക്കുലീസിനെ കണ്ടെത്തിയിരിക്കുന്നു. 24 ദിവസത്തെ അജ്ഞാതവാസം അവനെ ആകെ മാറ്റിയിരുന്നു. കണ്ടെത്തുമ്പോൾ അവന്റെ ശരീരഭാരം പകുതിയായി കുറഞ്ഞിരുന്നു. കണ്ടവരൊക്കെ അവനെ കണ്ട് നിലവിളിച്ചോടിയെങ്കിലും ആരെയും ഉപദ്രവിക്കാതെ അവൻ മനുഷ്യർക്കിടയിലൂടെ ഓടി നടന്നു. ആരെയും ഉപദ്രവിക്കാതെ തിരികെ എത്തിയ ഹെർക്കുലീസിന് പിന്നെയും കയ്യടികൾ നേടുകയായിരുന്നു. അവന്റെ പ്രശസ്തി ആഗോളതലത്തിൽ ചർച്ചയായി. കൂടുതൽ അവസരങ്ങൾ അവനെ തേടി വന്നു. ഒടുവിൽ ഹോളിവുഡ് തന്നെ അവനെ സ്വാഗതം ചെയ്തു എന്ന് പറയാം. ജെയിംസ് ബോണ്ട് ചിത്രമായ ഓക്ടോപ്സി എന്ന ചിത്രത്തിലേക്കായിരുന്നു ആ കോള്. അങ്ങനെ ഹെർക്കുലീസിന്റെ സിനിമാ കരിയറിലെ വമ്പൻ ഹിറ്റ് പുറത്തു വന്നു. തുടർന്ന് പല സിനിമകളിലും ചെറിയ റോളുകളിൽ അവൻ അഭിനയിച്ചു തകർത്തു. അക്കാലത്തെ എല്ലാ പരസ്യങ്ങളിലും ഹെർക്കുലീസ് നിറഞ്ഞു നിന്നിരുന്നു. ടൈംസ് മാഗസിന്റെ കവർ പേജിൽ ഹെർക്കുലീസിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു. അന്നത്തെ കാലത്ത് നടന്ന എല്ലാ പരിപാടിക്കും പ്രമോഷന് ഹെർക്കുലീസ് നിർബന്ധമായി മാറി. അവന്റെ തലവട്ടം ജനശ്രദ്ധ ക്ഷണിച്ചു എന്ന് പറയാം. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഒരു ഡോക്യുമെന്ററി ചിത്രീകരണത്തിന് BBC അവനെ സമീപിക്കുന്നത്. 1997 ഒരു BBC ഡോക്യുമെന്ററിയുടെ ചിത്രീകരണത്തിൽ ഹെർക്കുലീസ് വീഴുകയും നട്ടെല്ലിന് സാരമായ പരിക്കുപറ്റുകയും ചെയ്തു. പിന്നീട് അവൻ എഴുന്നേറ്റിട്ടേയില്ല. അവനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ആൻഡി ചില വ്യായാമങ്ങൾ ആരംഭിച്ചു. പൂളിലൂടെ നീന്തിക്കലായിരുന്നു പ്രധാനമായും ചെയ്തിരുന്നത്. ചെറിയ പുരോഗതിയൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അവന് 2 കാലിൽ നിവർന്നു നിൽക്കാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. പരിക്കുപറ്റി കുറെ കാലം കഴിഞ്ഞില്ല. 2000 ഫെബ്രുവരി 4-ന് തന്റെ അമ്മയോടും അച്ഛനോടും വിട പറഞ്ഞ ഹെർക്കുലീസ് കണ്ണുകളടച്ചു എന്നേക്കുമായി. അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടി കയറിയ ആ കരടി ലോകത്തിന് അവിശ്വസനീയമായ ഒരു ചരിത്ര സംഭവമായി മാറി. മനുഷ്യനും കരടിയും തമ്മിലുണ്ടായ സ്നേഹത്തിന്റെ ഒരു ഏടാണ് ഇന്നും ഹെർക്കുലീസ്.